ആളുടെ കല്യാണം കഴിഞ്ഞിട്ട് 5 വർഷമായി. ഇതിന് ശേഷം വീട്ടിലൊരു പ്രോഗ്രാം നടക്കുകയാണ്. ആ പ്രോഗ്രാമിൻ്റെ ഇടയിൽ എല്ലാവരുടെ മുന്നിൽ വെച്ചിട്ട് ആളുടെ ഹസ്ബൻഡിൻ്റെ ഉമ്മ ആളെക്കുറിച്ച് പറഞ്ഞത്, നീ എന്താ മച്ചിയാണോ, അല്ലെങ്കിൽ ഇവള് മച്ചിയാണെന്ന് തോന്നുന്നത് എന്നുള്ള രീതിയിൽ എല്ലാവരുടെ മുന്നിൽ വെച്ച് പറഞ്ഞു. അപ്പോൾ ആൾക്കത് ഭയങ്കരമായിട്ടുള്ള സങ്കടം വന്നു. ആൾ അത്രയും കാലം കൊണ്ടുവച്ചത് ആ ഒരൊറ്റ പോയിന്റിൽ അവിടുന്ന് ആൾ പൊട്ടിത്തെറിച്ചു. ആൾ പറഞ്ഞു, എനിക്കല്ല പ്രശ്നം, നിങ്ങളുടെ മകനാണ് പ്രശ്നം. അപ്പം എന്നെ മച്ചി എന്ന് വിളിക്കെങ്കിൽ നിങ്ങളുടെ മോനെ നിങ്ങൾ എന്ത് വിളിക്കുന്നു? അന്നത്തോടു കൂടി ആളോടുള്ള ക്വസ്റ്റ്യൻസ് ആളുകൾ അവസാനിപ്പിച്ചു. ഫാമിലി മെമ്പേഴ്സ് ആണെങ്കിലും വീട്ടിൽ നിന്നാണെങ്കിലും ചോദ്യങ്ങൾ അവസാനിപ്പിച്ചു. ഇവിടെ പറഞ്ഞു വരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്ത്രീകൾക്കാണ് പ്രശ്നം എന്നുണ്ടെങ്കിൽ അവിടെ ഒരുപാട് കുറ്റപ്പെടുത്തലുകളും, നീ തടി കുറയ്ക്കി, നീ ഫുഡ് നല്ലോണം കൺട്രോൾ ചെയ്യി, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ എന്താ പോവാത്തത്, നിനക്കെന്താ കുട്ടി വേണ്ടേ, ഇങ്ങനെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നേരിടും. പക്ഷേ ആണുങ്ങൾക്ക് അല്ലെങ്കിൽ ഹസ്ബൻഡിനാണ് പ്രശ്നം എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ചോദ്യങ്ങൾ അവിടെ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഭയങ്കരമായിട്ടുള്ളൊരു പ്രശ്നമാണ് ഉണ്ടാക്കുന്നത്. അതായത് സ്ത്രീകൾക്ക് പ്രശ്നമാണെന്നുണ്ടെങ്കിൽ അവിടെ എന്നും ഇരയാക്കപ്പെടുന്നവൾ സ്ത്രീ ആവുകയും പുരുഷനാണെന്നുണ്ടെങ്കിൽ അവിടെ ക്വസ്റ്റ്യൻ അവസാനിക്കുന്നതും ആയിട്ടുള്ളൊരു കോൺസെപ്റ്റ്, അത് തീർച്ചയായിട്ടും മാറേണ്ടതായിട്ടുള്ളൊരു സംഗതിയാണ്. ഇനിയിപ്പം നമ്മൾ വൈഫ് ആൻഡ് ഹസ്ബൻഡ് കേസിൽ നോക്കുകയാണെങ്കിലും, ഇപ്പോൾ കപ്പിളിൻ്റെ ബേസിൽ നോക്കുകയാണെങ്കിലും, ഹസ്ബൻഡിനാണ് പ്രശ്നം എന്നുണ്ടെങ്കിൽ ഭാര്യ അതെന്തു സഹിക്കാൻ തയ്യാറാണ്, കംപ്ലീറ്റ് സപ്പോർട്ട് കൊടുക്കും, ആരോടും അത് ഷെയർ ചെയ്യൂല. ആർക്കാണ് പ്രശ്നം എന്നുള്ളത് പോലും ആൾ ആരോടും ഷെയർ ചെയ്യൂല. എന്നാൽ തിരിച്ചാണ് വരുന്നതെങ്കിൽ, ഒരു ലേഡിയാണ് ഇപ്പോൾ PCOD പോലെയുള്ള കേസുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിരന്തരമായിട്ട് ഹസ്ബൻഡിൻ്റെ പാർട്ടിൽ നിന്ന് വരെ ഹറാസ്മെൻറ്റുകൾ ഉണ്ടാവുകയാണ്. അതായത് നീ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ്, നിനക്ക് കുട്ടി വേണമെന്നുള്ള ചിന്തയില്ല, ഇത്തരത്തിലുള്ള ഭയങ്കരമായിട്ടുള്ള ഹറാസ്മെൻറ്റുകൾ സ്വന്തം പാർട്ട്ണറിൽ നിന്നുണ്ടാകുമ്പം അത് എത്രമാത്രം അവർ അതിലെത്രമാത്രം വിഷമിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. ആർക്കാണെന്നുണ്ടെങ്കിലും അത് അവരവരുടെ തെറ്റല്ല. അപ്പം ഹസ്ബൻഡിനാണ് പ്രശ്നം എന്നുണ്ടെങ്കിലും വൈഫിനാണെന്നുണ്ടെങ്കിലും അത് അവരുടെ കുറ്റമല്ലല്ലോ ഒരിക്കലും. അപ്പോൾ അവിടെ നമുക്ക് നമ്മുടെ പാർട്ട്ണർക്ക് കൊടുക്കാൻ പറ്റുന്ന സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ് ചെയ്യാനായിട്ടുള്ള കാര്യം.